കോപ്പൻഹേഗൻ എന്ന് പറയുന്ന സ്ഥലത്ത് കോപ്പൻഹേഗനിൽ നമ്മൾ താമസിച്ചത് ഒരു പള്ളിയിലച്ഛൻ്റെയും ഭാര്യയുടെയും കൂടെയാണ്. വട്ടപ്പാറയിൽ അച്ഛൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കല്യാണം കഴിക്കാവുന്ന അച്ഛന്മാരുടെ ആണ്. ഈ അച്ഛൻ്റെ ഭാര്യയെ അവർ അമ്മായി എന്നാണ് വിളിക്കുക. വട്ടപ്പാറയിൽ അച്ഛനാണ് ഈ കോപ്പൻഹേഗൻ എന്ന് പറയുന്ന സിറ്റിയുടെ ഉള്ളിൽ ഒരു വേറെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു രാജ്യമുണ്ട്. 35 ഏക്കറേ ഉള്ളൂ ആ രാജ്യം. ക്രിസ്ത്യാന എന്നാണ് ആ രാജ്യത്തിൻ്റെ പേര്. അത് ഹിപ്പികളുടെ രാജ്യമാണ്. നൂറ്റാണ്ടുകൾക്കും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഹിപ്പികൾ സ്ഥാപിച്ചൊരു രാജ്യമാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഗവൺമെൻറ്റിന് ഈ ഡെൻമാർക്കിന് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫുൾ അവർക്ക് അവരുടെ നിയമവും കാര്യങ്ങളാണ്. 35 ഏക്കറാണ്. ഇത്രേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഹിപ്പീസാണ്. അവർ എല്ലാ തരം ഡ്രഗ്സും അവൈലബിൾ ആണ്. എല്ലാ ഡ്രഗ്സും അവിടെ ലീഗലാണ്. റോഡ് സൈഡിൽ മുറുക്കാൻകട പോലെ ഇങ്ങനെ കഞ്ചാവും സാധനങ്ങളൊക്കെ ഇങ്ങനെ ഹാഷിഷും ചരസും എല്ലാം അങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ ഇതിൽ കോഫി ഷോപ്സ്. എയ്ഡ്സ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർ എനിക്ക് എയ്ഡ്സ് ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. ഇതിൽ എയ്ഡ്സ് ഉള്ള ആളുകൾ തമ്മിൽ കല്യാണം കഴിച്ചിട്ട് ഒരുമിച്ച് ജീവിക്കുന്നുണ്ട് അവിടെ. രണ്ടുപേർക്കും ഉണ്ട്. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഈ ഡ്രഗ്സ് ഉണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ ഓരോന്നിൻ്റെ വില എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിത് യൂസ് ചെയ്യുന്ന ആളല്ല, ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റിയാണ് ചോദിക്കുന്നത്. അപ്പോൾ മേടിച്ചില്ലെങ്കിൽ തല്ലാനൊന്നും പാടില്ല. അപ്പോൾ അങ്ങനെ ഓരോന്നിൻ്റെ വിലയും പേരുകളൊക്കെ ചോദിച്ചപ്പോൾ അവിടെ ഒരു പാക്കറ്റിലിരിക്കുന്നതിൻ്റെ പേര് അയാൾ പറഞ്ഞു ദിസ് ഈസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് സാധനം. ദിസ് ഈസ് കോൾഡ് ഇടുക്കി ഗോൾഡ്. കഞ്ചാവിൻ്റെ ഏറ്റവും നല്ല ഒരു ഇതാണ് ഇടുക്കി ഗോൾഡ്. ശരിക്കും ഇടുക്കി ഗോൾഡ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ച് ഞാൻ പറഞ്ഞു അയാളടുത്ത് നിങ്ങൾക്കറിയോ ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നതെന്ന്. അപ്പോൾ അയാൾ സ്വർഗത്തിൽ നിന്ന് വന്ന ഒരാളെ കാണുന്ന പോലെ ഇടുക്കിയിൽ നിന്ന് വരുന്ന ഒരാൾ. അപ്പോൾ അയാളുടെ കരുതർ ഇവിടെ ഇടുക്കിയിലും ജില്ലയിലും മുഴുവൻ ഈ സാധനം ഇങ്ങനെ കിട്ടും, ഇങ്ങനെ മേടിക്കുക വലിക്കുക, എന്ത് ഭാഗ്യമുള്ള ആളാണ്. എന്നിട്ട് ഈ തെണ്ടി ഇത് ഉപയോഗിക്കില്ല എന്തൊരു എന്നാണ് അയാൾ വിചാരിക്കുന്നത്. അങ്ങനെ പല സമ്മിശ്ര വികാരത്തോട് കൂടിയിട്ട് അയാൾ തന്നെ അങ്ങനെ നോക്കി. നിങ്ങൾക്ക് ഇതിനെ ഇടുക്കി ഗോൾഡ് എന്നാണ് പറയാമെന്നറിയില്ല. നമുക്ക് അങ്ങനെയൊക്കെ ഒരു പേരിലൊക്കെ ഒരു സിനിമയൊക്കെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നൊക്കെ അറിയാം. ജോസേട്ടാ, ശരിക്കും ഈ യാത്രയില് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ കൊച്ചിയിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇഷ്ടംപോലെ വെറൈറ്റി ഓഫ് ഫുഡ് നമ്മുടെ ഇന്ത്യ വിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ കേരള വിട്ട് കഴിയുമ്പോൾ തുടങ്ങാൻ തന്നെ ഫ്ലേവേഴ്സ് മാറി തുടങ്ങും. ശരിക്കും ഒരുപാട് ലണ്ടൻ എത്തുന്നിടം വരെ വെറൈറ്റി ഓഫ് ഫുഡ്സാ കഴിച്ചേക്കുന്നത്. ഒരു വെറൈറ്റി ഫുഡോ അല്ലെങ്കിൽ ജോസേട്ടന് ഇഷ്ടപ്പെട്ട ഫുഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്തോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ട്? ബേസിക്കലി ഞാൻ ഫുഡിൻ്റെ ആളേ അല്ല. ഒരു പാചക പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ പറ്റിയ ആളേ അല്ല. എനിക്ക് ചോറും ഇത്തിരി തൈരും ഉണ്ടെങ്കിൽ എൻ്റെ കാര്യം ഒക്കെയാണ്. ഇനി പരമാവധി പോയാൽ ഞാൻ എൻ്റെ ലക്ഷറി എന്ന് പറയുന്നത് പരിപ്പ് മുളകിട്ടതും കുറച്ച് തൈരും ഓംലെറ്റ് ഉണ്ടെങ്കിൽ ഞാൻ 100%. പപ്പടം കൂടി വറുത്തതുണ്ടെങ്കിൽ വളരെ സന്തോഷം. അല്ലാതെ നമുക്ക് ഇതുപോലെ. പക്ഷേ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എല്ലാ സ്ഥലത്തെയും ഫുഡ് ആണ് കഴിക്കുക. ഇവിടെ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ ബൈജുൻ നായരുണ്ടായിരുന്നു എൻ്റെ കൂടെ. പുള്ളി എല്ലാ സ്ഥലത്തും ലാസയിൽ ടിബറ്റിലെ ലാസയിൽ ചെല്ലുമ്പോഴും ദോശ കിട്ടുന്ന വല്ല ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടോ എന്ന് അങ്ങനെ അന്വേഷിക്കും. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഭ്രാന്തൊന്നുമില്ല. ഞാൻ കിട്ടുന്ന അവിടുത്തെ സാധനം ട്രൈ ചെയ്യും. പക്ഷേ ഒരു രസകരമായ കാര്യം ടിബറ്റിൽ യാത്ര ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ ഇത് സൂപ്പിൻ്റെയും ഒക്കെ ഒരു സ്ഥലമാണല്ലോ. ഇപ്പോൾ ടിബറ്റ് പ്രത്യേകിച്ചും ബുദ്ധിസ്റ്റുകളുടെ ഒരു കേന്ദ്രമാണ്. അപ്പോൾ വെജിറ്റേറിയൻ ഫുഡായിരിക്കും നല്ലതായിരിക്കുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരുടെ അടുത്ത് വെജിറ്റേറിയൻ, ഭാഷയൊന്നും അറിയില്ല, അപ്പോൾ വെജിറ്റേറിയൻ. അപ്പോൾ ഞാൻ അവിടെ ഈ വഴുതനങ്ങയും ഇതൊക്കെ ഇങ്ങനെ സൈഡിലിരിക്കുന്നുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് അപ്പോൾ ഒരു നോ അതുകൊണ്ട് ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇവർക്ക് ഒരു കണക്കിന് മനസ്സിലായി. ഞാൻ പറഞ്ഞു ഇങ്ങനെ വേണ്ട വേണ്ട. അപ്പോൾ അവർക്ക് മനസ്സിലായി. അങ്ങനെ അവസാനം ഒരു വെജിറ്റേറിയൻ. അപ്പോൾ അവർ വെജിറ്റേറിയൻ എന്നിട്ട് സൂപ്പ് കൊടുന്ന് തന്നു. വെജിറ്റേറിയൻ സൂപ്പിൻ്റെ മീതെ കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചിരിക്കുക. അപ്പോൾ ഈ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ അടക്കം ചിക്കൻ ഉണ്ട്, അല്ല എഗ് ഉണ്ട്, നോണുണ്ട്. അതെ ആയിരിക്കും. ആ സൂപ്പ് നല്ലതായിരുന്നു. പിന്നെ നമ്മളിവിടെ ഈ ചൈനീസ് ഫുഡ് എന്നുണ്ട്. പിന്നെ ചൈനയിൽ കൂടെയാണ് പിന്നെ നമ്മൾ 15 ദിവസം ട്രാവൽ ചെയ്തു. ടിബറ്റ് കഴിഞ്ഞ് നമ്മൾ സിങ്ജിയാങ് പ്രൊവിൻസ് ഉണ്ട്. സിങ്ജിയാങ് പ്രൊവിൻസാണ് ചൈനയിലെ മുസ്ലിം ഭൂരിപക്ഷമുള്ളൊരു പ്രൊവിൻസാണ്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത്, നമ്മൾ വിചാരിക്കുന്നത് ചൈനയിൽ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരാണ്,
അവിടെ ജാതി മതവും ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണെന്നാണ്. പക്ഷേ ഈ ടിബറ്റ് എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് പ്രൊവിൻസും സിങ്ജിയാങ് എന്ന് പറയുന്നത് മുസ്ലിം പ്രൊവിൻസാണ്. അപ്പോൾ ഒരു റംസാൻ കാലത്താണ് നമ്മൾ ആ പ്രൊവിൻസിൽ കൂടെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഈ ഹലാൽ ഫുഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ മുസ്ലിം ഓണർഷിപ്പിലുള്ള റെസ്റ്റോറൻറ്റ്സിലൊക്കെ. അവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റി ഫുഡാണ്. ഇവിടെ നമ്മൾ കഴിക്കുന്നത് ചൈനീസ് ഫുഡേ അല്ല എന്ന് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഇവിടുത്തെ നമ്മളിവിടെ കഴിക്കുന്ന ചൈനീസ് ഫുഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്നത് ശരിക്കുള്ള അവിടുത്തെ ആ ഫുഡുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇവിടെ ഒരു പ്രത്യേകിച്ച് എല്ലാം അതിൻ്റെ റിയൽ ടേസ്റ്റിലാണ് അവിടെ കിട്ടുക. ഞങ്ങളൊരു ഷോപ്പിൽ ഈ ന്യൂഡിൽസ് ഉണ്ടാക്കുന്നത് കണ്ട്. അവിടെ ന്യൂഡിൽസ് നമ്മളിവിടെ ന്യൂഡിൽസ് പാക്കറ്റിൽ ഉള്ള സാധനമാണല്ലോ കണ്ടിരിക്കുന്നത്. അവിടെ ഹോട്ടലിൽ നമ്മൾ ന്യൂഡിൽസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ന്യൂഡിൽസ് അപ്പം ഉണ്ടാക്കുകയാണ്. അത് ഈ മാവ് ഇങ്ങനെ കുഴച്ചിട്ട് അതിങ്ങനെ അപ്പൊ ഇങ്ങനെ അത് കൈകൊണ്ട് അവർ ചെയ്യുന്നത്. കൈകൊണ്ട് ഇങ്ങനെ വലിക്കും. ആദ്യം ചെറുതായിട്ട് ചെയ്തിട്ട് എന്താ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കൈയിട്ടിട്ട് ഇങ്ങനെയാണ് വലിക്കും. എന്നിട്ട് അത് ഇങ്ങനെ ചെയ്തിട്ട് അത് നേരെ വലിയ ചെമ്പിൽ ഇങ്ങനെ വെള്ളം തിളയ്ക്കുന്നുണ്ടോ അതിലേക്ക് വീണ്. എന്നിട്ട് അതിൽ നിന്ന് അത് തിരിച്ചെടുക്കുന്നതൊക്കെ ഭയങ്കര ആർട്ടിസ്റ്റിക് വേയിലൊക്കെ ആയിരിക്കും